നമസ്കാരം. ഈ ഒരു സോപ്പാണ് സ്വദേശിയുടെ സോപ്പ്, ഞാനുണ്ടാക്കുന്ന സോപ്പ്. ഇതിൽ ഉപയോഗിച്ചത് പുൽത്തൈലമാണ്. ഇതിൻ്റെ മണത്തിന് വേണ്ടി ഉപയോഗിച്ചത് പുൽത്തൈലം അല്ല, അതിൻ്റെ എസൻസ് പുൽത്തൈലാണ്. ഇതിൻ്റെ മണവും പുൽത്തൈലത്തിൻ്റെ വാസനയായിരിക്കും. ഈ സോപ്പ് ഒരുപാട് കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഈ സോപ്പിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് അടുത്ത് വെച്ചാൽ കാണാം എന്താണെന്ന്. ഇതാണ് ഗ്ലിസറിന്. നമ്മൾ മുഖത്തൊക്കെ തേക്കാൻ വേണ്ടി ഗ്ലിസറിൻ ഇങ്ങനെ വാങ്ങും പൈസ കൊടുത്ത്. ഇത് സ്വാഭാവികമായിട്ടും അതിലുണ്ടായ ഗ്ലിസറിനാണ്. വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കൂ, ഇത് ഗ്ലിസറിനാണ്. ഞാനുണ്ടാക്കിയ സോപ്പിൽ ഗ്ലിസറിൻ ഉണ്ട്, അല്ലാത്ത സോപ്പിൽ ഗ്ലിസറിൻ ഇല്ല. ഗ്ലിസറിൻ നമ്മൾ വേറെ വാങ്ങണം. ഈ സോപ്പിൽ ഗ്ലിസറിൻ ഉണ്ട്. പുൽത്തൈലത്തിൻ്റെ ഗ്ലിസറിൻ ഒഴിവാക്കാത്ത ഒരു സാധനമാണ്. ഇത് നിങ്ങൾ തേച്ചാൽ, നിങ്ങളുടെ തലയിൽ തേച്ചാൽ താരനടക്കം പോകും. എനിക്ക് അനുഭവമാണ്. ഞാൻ എൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് തിരുവനന്തപുരത്തേക്ക് ഇത് കൊടുത്തയച്ചിരുന്നു. ഭാര്യയുടെ അനിയത്തി പറഞ്ഞു എൻ്റെ താരം പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും തേക്കുക. ഒരു കാര്യമുണ്ട്, ഇത് ചന്ദ്രികേൻ്റെ പോലെ തന്നെ യഥാർത്ഥ വെളിച്ചെണ്ണ. ഞാൻ തേക്കുന്ന വെളിച്ചെണ്ണ അല്ല, നമ്മൾ പാചകം ചെയ്യുന്ന യഥാർത്ഥ വെളിച്ചെണ്ണ. ബാലുശ്ശേരി ഒരുപാട് കട ഉണ്ട്, അവിടെ തന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട കടയുണ്ട്. ഒരു കുടുംബം ഉണ്ടാക്കുന്ന ഇത്. പുറമേ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയല്ല. പുറമേ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയിൽ പല മായവും ചേരും. ഒരു മായവും ചേരാത്ത പനങ്ങാട്ടുകാരൻ, എൻ്റെ സ്വദേശക്കാരുണ്ടാക്കുന്ന വെളിച്ചെണ്ണ. എൻ്റെ സ്വദേശക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്ററേ ഉള്ളൂ. ആ പറഞ്ഞ കക്ഷികൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതുപോലെ തന്നെ കറ്റോടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ പോയാൽ കറ്റോടൊരു വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നവരുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ്, ഒരു മായമില്ലാത്ത ആ വെളിച്ചെണ്ണയിലാണ് സോപ്പ് ഉണ്ടാക്കിയത്. ഈ സോപ്പ് ഗ്ലിസറിൻ വേറെ വാങ്ങേണ്ട, ഗ്ലിസറിൻ ഇതിനകത്തുണ്ട്. വെളിച്ചെണ്ണ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഏത് സോപ്പ് ഉണ്ടാക്കണമെങ്കിലും അതിന് ആവശ്യമായ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കാസ്റ്റിക് സോഡയാണ്. നിങ്ങൾ തേക്കുന്ന ഏത് സോപ്പിലും ഉണ്ടാക്കാൻ ആവശ്യമായ ഘടകമാണ് കാസ്റ്റിക് സോഡ. പിന്നെ നമ്മൾ ചോക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഉപയോഗിക്കുന്ന സ്റ്റോൺ പൗഡർ. ഇത് രണ്ടും ഇല്ലാത്ത ഒരു സോപ്പും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടില്ല. അതേസമയം നിങ്ങൾ വാങ്ങുന്ന സോപ്പ് ലായ് പോയി എവിടെയോ എന്ന് കേട്ടില്ലേ? ലായ് പോയ ജഹാം തന്തൂരി വാ ഹാ ഏ വാഹ എന്നൊക്കെ ഒരു പാട്ട് കണ്ടാണ് പണ്ട് ഹിന്ദിയിൽ. തന്തൂരിസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരോഗ്യം എന്നറിയും. ലൈഫ് ബോയ് എവിടെ ഉണ്ട്, ആരോഗ്യം അവിടെ ഉണ്ട്. പക്ഷേ ലൈഫ് ബോയ്ക്ക് എന്താ പ്രശ്നം? ലൈഫ് ബോയ് വിദേശ സാധനമാണ്. ഹിന്ദുസ്ഥാൻ ലിവർ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഹിന്ദുസ്ഥാൻ, ഹിന്ദുസ്ഥാൻ നമ്മുടെ ഭാരതമാണ് ഹിന്ദുസ്ഥാൻ. പിന്നെ പ്രത്യേകം ദേശസ്നേഹം തോന്നുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദുസ്ഥാൻ. കേൾക്കുമ്പോഴേക്ക് കോൾ മയർ കൊള്ളും. അതുപോലെയാണ് ലിവർ എന്ന് കാണുമ്പോൾ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സാധനമാണ് ലിവർ, കരട്. ഈ കരൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടല്ലേ, എൻ്റെ കരളേ എന്നൊക്കെ പറയല്ലേ. അപ്പോൾ നല്ല പേരല്ലേ. ബഹുരാഷ്ട്ര കുത്തക കമ്പനിയിൽ പേരിട്ടതിൽ നല്ല സുഖമുണ്ട്. എന്താ പേരിട്ടത്? ഹിന്ദുസ്ഥാൻ ലിവർ. നമ്മുടെ MP മത്തായി സാറുണ്ട്, എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട ഒരാൾ. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ പ്രൊഫസറാണ് MP മത്തായി സാർ, ഗാന്ധിയനുമാണ്. അപ്പോൾ അദ്ദേഹം സർവോദയമേളയിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു ഇതുപോലുള്ള കാര്യത്തെപ്പറ്റി. അദ്ദേഹം നല്ല വിജ്ഞാനമുള്ളൊരു പണ്ഡിതനാണ്. ഇപ്പോൾ നമുക്ക് ഗാന്ധിയന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എത്രയോ ആൾക്കാരെ കാണാം. അദ്ദേഹം നന്നായി പഠിച്ച ഒരു ഗാന്ധിയനാണ്. ഗാന്ധിയനല്ല, ഗാന്ധി മാർഗ പ്രവർത്തകർ എന്നേ പറയൂ നമ്മളെല്ലാവരും. ഒരാൾ പോലും ഗാന്ധി എന്ന് പറയൂല. ഗാന്ധി എന്ന് പറഞ്ഞാൽ ഗാന്ധി മാത്രമാണ്. ഗാന്ധിയൻ എന്ന് പറയാനും അവകാശമില്ല. അത് അയാൾ മാത്രമേ ഉള്ളൂ, ആ ഗാന്ധി മാത്രം. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. ഈ സോപ്പ് എൻ്റെ നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വാങ്ങാം.